അല്ലല്ല, ഇതെന്താണിത്? എന്താ മനുഷ്യേട്ടാ? ഭാര്യ മെമ്പറായപ്പോ ഓട്ടോറിക്ഷക്കായില്ല. എന്തു മനുഷ്യരാണ് നിങ്ങള്? ഇത് ഞാൻ ആ വർഗീസുകാരനോട് വാടകയ്ക്ക് എടുത്ത് ഓടയാണ്, അരി മേടിക്കണ്ടേ? അല്ല, മെമ്പറല്ലേ പിന്നെന്തിനാ ഓട്ടോറിക്ഷക്ക് ഓടണത്? എന്റെ പൊന്നു ചേട്ടാ, അത് ആയി നോക്കിയാലേ അറിയുള്ളൂ വീട്ടിലെ കാര്യങ്ങള്. അതെ, വെറുതെ അതൊന്നും പറഞ്ഞ ഉണ്ടാക്കല്. ഇനി അത് മതി. എന്താ വന്നത്? ഒന്ന് വിളിച്ചേ. ഉള്ള ചായ എടുക്കാൻ പോയാണ്, ഇപ്പൊ വരും. ചായ എനിക്ക് വേണ്ടേ? അല്ല, എനിക്ക് കുടിക്കാൻ വേണ്ടിട്ടേ. അതെ, അല്ല എന്നാലും അത് ഒന്ന് വിളിക്ക്. ആണോ? അത്യാവശ്യമാണോ? അത്യാവശ്യമാണേ. മണ്ടു, മണ്ടു, ചായ വേണ്ട. അതേ സുമേഷ് ചേട്ടൻ വന്നേക്കണ എന്തോ ആവശ്യത്തിന്. ഒന്ന് വന്നേ. പോരു കേട്ടാ. എങ്ങനെയുണ്ട് കാലിന്റെ ഒക്കെ? കാല് അയ്യോ ആണിയാണ് കാലല്ലേ. നടക്കാൻ ഒട്ടും പറ്റൂല. അത് ശരി. പിന്നെ പന്തല് വേദനയാണേ, അത് ഭയങ്കരമാണ്. ഞാൻ ഒന്ന് കാണാൻ വേണ്ടി വന്നാണേ. ഹലോ. ഇല്ല, ഞാൻ ഇറങ്ങണേ ഉള്ളൂ. ഞാൻ കയറണുള്ളൂ. ഇല്ല, ഞാൻ ഓഫീസിൽ എത്തിയിട്ട് വേണം. ഇരിക്കും സുമേഷ് ചേട്ടാ. ഇതെന്താന്ന് നോക്കിയിട്ട് ഇറങ്ങിയാ മതി നീ. അത്രേ ഉള്ളൂ. ഞാൻ വിളിക്കാട്ടാ, എത്തിയിട്ട് വിളിക്കാം. ഇരിക്കി. എന്തായിരുന്നു? ഇതാ വീട്ടിൽ എന്റെ കട്ടിൽ ഒടിഞ്ഞു പോയി മോളെ. അപ്പൊ ഏതായാലും കാലിന് സുഖമില്ലാത്താണേ. അപ്പൊ കയറി കിടക്കാനായിട്ട് കട്ടില് വേണമല്ലോ, അതിനുള്ള അപേക്ഷയാണ്. ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. അല്ല, അത് എഴുതിയിട്ടില്ല. അത് മോള് തന്നെ നിങ്ങൾ എഴുതിയാ പോരെ. ഒക്കെ എഴുതിക്കൊണ്ടുവരാൻ പാടില്ലേ? എന്റെ മോളല്ലേ, പിന്നെന്താ? പഞ്ചായത്തിൽ നിന്ന് കട്ടിലാണോ? മെമ്പർ നാളത്തെ കിടക്കണം. സുമേഷ്, വയസ്സ് എത്രയായിരുന്നു സുമേഷ് ചേട്ടാ? വയസ്സ് 72. വെട്ടിക്കൽ ഹൗസ്. കാലിന് ആണിയല്ലേ? 2 കാലിനുണ്ട്. ഒരു കാലിലല്ലേ ആണി? മോള് കണ്ടില്ല, ഞാൻ അങ്ങനെ നടന്നു തന്നെ. 2 കാലിലും ആണിയാണ്. 2 കാലിലും ആണി. കാല് എടുത്ത് തൊടാൻ പറ്റൂല. ശരി. പഞ്ചായത്തിൽ നിന്ന് കട്ടില് കിട്ടാൻ വേണ്ടിട്ടാണോ? അപ്പൊ ഒരു ചുറ്റിയേം കൂടി കൊടുത്തേ, രാണി പറിച്ച് കളയാല. അല്ല, എന്താണ് പറഞ്ഞ പാലില്ലേ? അയ്യോ, പാലില്ലല്ലോ സുമേഷ് ചേട്ടാ. മന്മഥൻ മെമ്പറായിരുന്നപ്പോ ഉണ്ടല്ലോ പാൽ ചായയാണ്. അതാണ് അയാൾ ഇത്തവണ തോറ്റത്. ഇവിടെ ഒരു ഒപ്പിട്. അതങ്ങോട്ട് മോള് ഇട്ടാ പോരെ. അയ്യോ, ഞാനിട്ടാ പോരെ. ഒപ്പിട്. കള്ളൊപ്പൊന്നും ഇടാൻ പാടില്ല. ഇവിടെ ഒപ്പിട്. കണ്ണ് കാണാൻ പാടാ. ഞാൻ അതെ, ഇവിടെ ഇട്ടോ. മോള് വിരല് മാറ്റിയാലും മോളുടെ വിരലിടി. ഞാൻ അവിടെ ഇട്. കണ്ണ് കാണാൻ പാടില്ലെന്ന് പറയുകയും ചെയ്യും, എല്ലാം അറിയുകയും ചെയ്യാം. അപ്പഴേ ഇത് കൊണ്ടുപോയിട്ട് പഞ്ചായത്തിൽ കൊടുക്കണം. മോള് അങ്ങോട്ട് കൊടുത്താ പോരെ മോളെ. അങ്ങനെയല്ല, സുമേഷ് ചേട്ടൻ കൊണ്ടുപോയി കൊടുക്ക്. ബാക്കി കാര്യം ഞാൻ സംസാരിച്ചോളാം അവിടെ. സെക്രട്ടറിയുടെ കയ്യിൽ കൊടുക്കട്ടാ. ഇറങ്ങി. അല്ല, ഇപ്പൊ ഇറങ്ങും. 10 മിനിറ്റ് കൊണ്ട്. അല്ല, ഞാൻ ഇപ്പൊ ഇറങ്ങാൻ പോകണം. ശരി. അതെ, ഇത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ കയ്യിൽ കൊടുക്കണം. ശരി. ചായ കുടിച്ചിട്ട് ഇറങ്ങിയാ പോരെ. എന്നാ ചായ കുടിച്ചോ. ചായ കുടിച്ചാ? രേണു മെമ്പറെ, ഞാൻ ഇറങ്ങാൻ പോവാണ്. വഴിയിൽ നിന്നോ? ഞാനിപ്പോ ഇറങ്ങുവേ. ഇറങ്ങിയല്ലേ? മോൻ തന്നോണ്ടായിട്ട് ഞാൻ കുടിക്കണം. ഞാൻ പാൽ ചായ കുടിക്കുള്ളേ. കട്ടൻ ചായ കുടിക്കണ നല്ലതാണ്. മന്മഥൻ പ്രസിഡന്റായി മെമ്പറായിരുന്നപ്പോ ഉണ്ടല്ലോ പാൽ ചായയാണ്. നമുക്ക് പോകാം. എങ്ങട്? പഞ്ചായത്തില് അപേക്ഷ കൊടുക്കാൻ. അല്ല, ഞാനിപ്പോ ഇറങ്ങണില്ലേ, ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. നമ്മളെ മന്മഥൻ മെമ്പറായിരുന്നപ്പോ ഉണ്ടല്ലോ എന്നെ കാറിലാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്. വീട്ടിൽ ചെന്നാല് വീട്ടിൽ ചെന്നാല് എന്നെ നല്ല സൂപ്പറായിട്ട്. അങ്ങനെ കരുതണ്ട. ഒരു പണിയായി, സുമേഷ് ചേട്ടൻ വണ്ടിയിലോട്ടിരുന്നോ, ഞാനിപ്പോ വരാം. മുണ്ടൊന്ന് മാറ്റിക്കട്ടെ. വേഗം പറ്റം കേട്ടോ. വേഗം വരാം. അങ്ങോട്ട് ഇരുന്നോ. അവിടെ കൊടുക്കാനാണ്. ആന്നേ. ഇനി ആക്കി കൊടുത്തില്ലെങ്കിൽ മെമ്പർ വെടിപ്പല്ല എന്ന് പറയും ഊളയൊക്കെ. പെട്ടെന്ന് വരാട്ടാ. അലവലാദികള് ഒരു ഗ്ലാസ് പാൽ ചായ തരാൻ കഴിവില്ലാത്തവരാണ്. മെമ്പറാണ് അത്ര കുണ്ടം. ഇതിൽ നല്ല വായും ചീട്ടാക്കി. ഓ, വണ്ടി കയറിയിരിക്കാനല്ലേ പറഞ്ഞു.
എണ്ണത്തിനാണ് ഞാൻ കക്കൂസ് ശരിയായി കൊടുത്തത്. അതിന്റെ നന്ദി ഒന്ന് കാണിച്ചെങ്കിൽ ഞാൻ ജയിച്ചു പോയി. അതിൽ എന്തുട്ടാ കാര്യം അറിയാം നിനക്ക്? ഈ തിന്നാനുള്ള റേഷൻ കാർഡ് റെഡിയാക്കി കൊടുക്കാതെ കക്കൂസ് കൊടുത്ത് കൊടുത്തേ അത് റേഷൻ കാർഡ് ശരിയായി കൊടുക്കുന്നേ. എന്തുട്ടാ രാഘവട്ടം എന്താ പറ്റിയേ? വീടാ പാല് വരാൻ പോയോ? എന്താ എന്തുടം പുള്ള ആകെ പാലാണല്ലോ. എന്താ പറ്റിയേ? ഇവിടെ വീട് പോയി. എവിടെ? എന്തൊരു കഷ്ടം നോക്കിയാ നടന്നു വരിക. എന്താ ചെയ്യാൻ പോണേ? പാലിരിക്കണേ. ഒന്നും എടുക്കരുത്. ഒരാൾ ഈ നമ്മുടെ ഈ കുഴിയിൽ വെള്ളത്തിൽ ചെളിക്കെട്ടിൽ വീണു എന്നുള്ളത് നാട്ടുകാരൊക്കെ അറിയണ്ടേ? അല്ല ഇത് എത്ര നാളായി ഇത് ശരിയാക്കാന്നുള്ളത് ഇവര് ശരിയാക്കിയോ? അല്ല അതിപ്പോ താമരിക്കുന്ന സമയത്തും ശരിയാക്കിയല്ലോ. ഞാൻ ശരിയാക്കാം. അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ പറയും. നിലവിലെ കാര്യം പറയുമ്പോൾ നിലവിലെ കാര്യം ഒന്ന് എന്റെ മോനെ വിളിച്ചിട്ട് അറിയിക്കുക. മോനല്ല, നമ്മളെല്ലാ നാട്ടുകാരെ ഇപ്പൊ അറിയിക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം. രാഘവട്ടം ഭക്ഷണിക്കണ്ട. എന്തുടാ കട പോണേ? ഒന്ന് നിക്ക് ചെയ്തടാ, ഒന്ന് അടങ്ങി നിക്ക്. ആരോടാ പറയണെന്ന് പറഞ്ഞേ? ഒന്ന് നാട്ടുകാരൊക്കെ അറിയണ്ടേ? ഒന്ന് രാഘവട്ടം ഒന്ന് ഇരുന്ന വിഷമിച്ചോ. വീഡിയോ നമസ്കാരം. നമസ്കാരം. മനസ്സിലായില്ലേ? നമസ്കാരം. പഴയ നിങ്ങളൊരു തോപ്പിച്ച വാർഡ് മെമ്പറാണ് മന്മഥൻ. വളരെ ദയനീയമായൊരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പഴയ അധ്യാപകൻ രാഘവേട്ടന്റെ ഈ ചെളിക്കെട്ടിൽ നമ്മളെ കുണ്ടാളം കുഴിയിലെ ചെളിക്കെട്ടിൽ വീണിട്ട് കണ്ട ഇരിക്കുന്ന അവസ്ഥ ഉണ്ടോ? പായലും ഒക്കെ ആയിട്ട് പായല് തിന്നായിരിക്കണ ആളാ വിചാരിക്കാം. ഈ വാർഡിന്റെ ഭരണകർത്താക്കൾക്ക് ഇവിടുത്തെ മെമ്പർക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഇത് ശരിയാക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നാള് കുറെ ആയി. ഇനി ഇവിടെ ആരെങ്കിലും വീണ് രക്തസാക്ഷി ആയി കഴിഞ്ഞാലേ ഇത് ശരിയാക്കുള്ളൂ. അതാണ് ഇവരുടെ നിലപാട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അഭ്യർത്ഥന ഉണ്ട്, നമ്മൾ പ്രതികരിക്കണം. പ്രതിഷേധ പരിപാടികളുമായിട്ട് നമുക്ക് പഞ്ചായത്തിന് മുമ്പിൽ പോകണം. ഓക്കെ? അല്ല പുള്ളിക്കാരനെ മോനെന്ന് വിളിക്കുന്നേ. മോനെ ഒന്നും വിളിക്കണ്ട. അതെ, നാട്ടുകാർ കുറച്ചൊരു കാണട്ടെ. ഇങ്ങനൊരു സംഭവം ഉണ്ടായ ആൾക്കാർ അറിയണ്ടേ? അത്രയും നേരം കൂടി ഇരിക്കാൻ പോവാ. അതിപ്പോ കുഴപ്പമില്ലല്ലോ. അവിടെ ഇരിക്കാൻ ഒരു ബെഞ്ചിരിക്കല്ലേ. പുള്ളി സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്ന് ക്ഷീണം മാറട്ടെ. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ പോണേ, പുള്ളിക്കാരി ഞാൻ പോണേ. എന്ത് വാർഡ് മെമ്പറാണ്? കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം. ഇരിക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്കാരൻ തന്നെ. അല്ല പുള്ളിക്കാരി ഇരിക്കണ ഇരിപ്പുണ്ടോ? പാല് ഇരുന്ന വരെ ഇരിക്കണേ. ഒന്നും മിണ്ടായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, എന്താ രാഘവേട്ടാ? പുള്ളിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. സംസാരശേഷിയൊക്കെ പോയി. ഈ വെള്ളത്തിൽ വീണ് പോയി. അല്ല നിങ്ങളൊക്കെ പണിത് വെച്ചാ വഴിയിലാ വീണപ്പോ. ഇത് ഞാൻ പണിത വഴിയൊന്നും അല്ല എന്റെ സുഹൃത്തേ. എന്തിനാ ഈ വഴി കണ്ടിട്ട് കാലങ്ങളല്ലേ? ഇത് നിങ്ങൾ എത്ര നാളായി ഇത് നന്നാക്കാന്ന് പറഞ്ഞിട്ട്? കുറെ നാളായല്ലോ. മന്മഥനായിരുന്നല്ലോ ഇവിടുത്തെ മെമ്പർ. അപ്പൊ ഇതൊന്നും ടാറിടായിരുന്നില്ലേ? അതല്ലേ ഞാൻ എല്ലാം ഓക്കെ ആയി. ഞാൻ ടാറിടാനുള്ള എല്ലാം സാങ്ഷൻ ആക്കി കഴിഞ്ഞപ്പോ ഇലക്ഷൻ വന്ന കഷ്ടകാലത്തിന് 5 വർഷമായിട്ട് ടാറിടാൻ പറ്റിയില്ല. പിന്നെ ഇത് 5 വർഷം ഞാൻ വേറെ ഒരുപാട് വികസനങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ്. വികസനം ചെയ്തോണ്ടാണല്ലോ ഇത്തവണ ഞാൻ ജയിച്ചത്. നിങ്ങൾ ജയിച്ചല്ലോ. ജയിച്ചെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇത് ശരിയാക്കില്ല? അതിന് ചില സാങ്ഷൻ വേണം, ടെൻഡർ വെക്കണം, അതിനുള്ള ഉത്തരവാദപ്പെട്ട കാര്യങ്ങൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്റെ പെണ്ണുങ്ങൾ നിങ്ങൾ വിചാരിച്ച ഒന്നും നടക്കുള്ളൂ. ഞങ്ങൾ ആണുങ്ങൾ വിചാരിച്ചിട്ട് നടക്കാത്ത പെണ്ണും ആണും ഒന്നും പ്രശ്നമല്ല. ഒരു കട നടത്താം അവിടെ. ഒരു ഒറ്റ ആൾ ഇവിടെ വന്ന് കടയിലൊന്നും സാധനം മേടിക്കില്ലേ? ഈ വഴി കാരണം എല്ലാവരും അപ്പുറത്തേക്ക് പോവാ. ചേട്ടാ നിങ്ങളുടെ അടുത്താണ് ഞാൻ പറയണേ. ഇത് ടാർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും അടുത്ത അത് വരെ വീട് ആൾക്കാരെ എന്തുട്ടാ ചെയ്യണ്ടേ? ഞാൻ ചെലവ് നോക്കണോ? പുള്ളിക്കാരനൊന്നും പറ്റിയില്ലപ്പോ. ഞാനൊരു കാര്യം ചേട്ടനോട് ചോദിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടെ കുറച്ച് മണ്ണിടാ തൽക്കാലം. അതെ, മെമ്പർ ഇപ്പൊ താൽക്കാലികമായിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇതിന് പൂർണ്ണമായിട്ടും ശാശ്വതമായ ഒരു പരിഹാരം ഇവിടെ ഉണ്ടാക്കണം. അത് എപ്പോ ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞിട്ട് മെമ്പർ ഇവിടെ നിന്ന് പോയാൽ മതി. ആണോ? എന്നാ എനിക്ക് സൗകര്യമുള്ളപ്പോ ചെയ്യും. മര്യാദയുടെ ഭാഷ പറഞ്ഞ എന്താ മനസ്സിലാവില്ലേ? മലയാളമല്ലേ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത്? പുള്ളിക്കാരി എന്തുടൊക്കെ പറഞ്ഞേ? മലയാളം വോട്ട് ചെയ്ത് ജയിപ്പിച്ചപ്പോ ആലോചിക്കണമായിരുന്നു. എന്തുട്ടാ ഈ പറഞ്ഞത്? ഇതിനൊക്കെ വെറുതെ ഫ്ലെക്സിൽ പടം വെക്കാനേ കൊള്ളത്തുള്ളട്ടോ. 10 വയസ്സിന് ഉപരില്ലാത്ത കുറെ എണ്ണത്തിന് വെറുതെ ജയിപ്പിച്ചു വിടുക എന്നുള്ളത്.